അയ്യോ എന്റെ നടു. ഓ അവളാ മുറിയിൽ ഇറങ്ങിക്കാണൂ. അയ്യോ എന്റെ നടുവേ. അയ്യോ എന്റെ കാലിന്റെ കുഴയും തെറ്റിയേ. കാലും അടിഞ്ഞു കാണും. ആ നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോയാലോ കുഞ്ഞമ്മായി? ഒരു ഓർത്തെ കാണിക്കാം. അയ്യോ ഓർത്തേം വേണ്ട കീർത്തിയും വേണ്ട. അയ്യോ കുഴമ്പിട്ടും തിരുമിയാ മതി. അത് കൊള്ളാച്ചാ. ആ കുഴമ്പിട്ട് തിരുമ്പുമ്പോ കൊറേ നേരം പോയി കിട്ടും. അവൾക്ക് അവിടെ നിന്ന് മാറാനും നേരം കിട്ടും. അയ്യോ മോളെ നന്ദിനി, അയ്യോ വേഗം കുഴമ്പെടുത്തോണ്ട് വാ. അയ്യോ കുഴമ്പ് എന്റെ മുറിയില്ല മുത്തശ്ശി. അയ്യോ കുഴമ്പൊന്നും വേണ്ടായേ. വല്ല വെളിച്ചെണ്ണയും മണ്ണെണ്ണ ഇട്ട് തിരുമിയാ മതിയേ. കുഴമ്പിരിക്കുമ്പോ വെളിച്ചെണ്ണയും മണ്ണെണ്ണയൊക്കെ എന്തിനാ? മോൾ ഓടിച്ചെന്ന് കുഴമ്പെടുത്തിട്ട് വാ. ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. അയ്യോ വേണ്ട, എനിക്കൊന്നും വേണ്ട. അയ്യോ അയ്യോ എന്റെ അമ്മോ. അയ്യോ എന്റെ കാലേ, എനിക്ക് വയ്യേ. എന്റെ നടു പോയേ. അയ്യോ അയ്യോ വേദന കൊണ്ട് ഞാൻ പൊളയാണേ. അയ്യോ ആ എന്താ ബാബു, ബാബുനെന്തോ പറയാനുണ്ടെന്ന് തോന്നുന്നല്ലോ. ഒന്നുമില്ല സാറേ, കുറ്റം ചെയ്താലും ചെയ്തില്ലെങ്കിലും ഇതിനകത്ത് കയറുന്നവരെല്ലാം കുറ്റവാളികളാ. അങ്ങനെ സമൂഹം കാണുന്നത്. സത്യത്തിൽ ഇതിനകത്ത് കയറുന്നവരെല്ലാം കുറ്റവാളികളാണോ ബാബു? ഒരിക്കലും അല്ല. പക്ഷെ ഉള്ളത് പറയാലോ, ഞാനൊരു ക്രിമിനൽ തന്നെയാ, പക്കാ ക്രിമിനൽ. എന്തായാലും ബാബു ഇത് തുറന്നു പറഞ്ഞല്ലോ, അതും ഒരു സന്മനസ്സാണ്. നമ്മള് ഒരേ സെല്ലിൽ ഒത്തിരി നേരം കിടന്ന് പരസ്പരം പരിചയപ്പെട്ടില്ലെങ്കിൽ പിന്നെ നമ്മള് മനുഷ്യരാണോ സാറേ? പക്ഷേ സാറിനെ ഞാൻ കൊല്ലില്ല. പല പ്രാവശ്യം ഞാൻ കൊല്ലാൻ ഒരുങ്ങിയതാ. പക്ഷേ എനിക്ക് കഴിയില്ല സാറേ. പലരെയും കൊന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. സാറിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ എനിക്ക് പറ്റുന്നില്ല സാറേ. എനിക്കൊരു ആത്മബന്ധം പോലെ. പക്ഷെ ഞാനത് ചെയ്തില്ലെങ്കിലും സാർ ഇവിടെ സുരക്ഷിതനല്ല. എൻ്റെ സ്ഥാനത്ത് ഇന്നല്ലെങ്കിൽ നാളെ മറ്റൊരാൾ വരും. സാർ എത്രയും പെട്ടെന്ന് ഈ വിവരം കാർത്തിക് സാറിനെ അറിയിക്കണം. ഇല്ലെങ്കിൽ സാറിന്റെ ജീവൻ അപകടത്തിലാണ്. സംഭവിക്കാനുള്ളത് സംഭവിച്ചോട്ടെ ബാബു. കാലപുരുഷന്റെ കണക്ക് പുസ്തകത്തിൽ നിന്ന്
എന്റെ പേര് നീക്കം ചെയ്യാൻ തീരുമാനമായെങ്കിൽ അതങ്ങനെ തന്നെ നടക്കട്ടെ. ശുഭനിദ്ര, ശുഭരാത്രി. ജമാലെ, എന്താ ഇത് സെൽ നമ്പർ 13 കൊണ്ടു കൊടുക്ക്.